അയ്യോ, നമ്മളിന്നൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ ആദ്യം തന്നെ അങ്ങ് അരിഞ്ഞു വെച്ചു. എന്നിട്ടാകുന്ന ഓർത്ത പരിപാടി. ഇനി ആ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അത് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടു, ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ സവാള ഇട്ടു, അതും ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുത്തു. എണ്ണയ്ക്കകത്ത് കിടന്ന് ശരിക്കും അങ്ങ് മൂക്കട്ടെന്ന്. അതിനുശേഷം പിന്നെ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഈ സമയത്ത് ഉപ്പിടാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോറിലിട്ടതിന് ശേഷം ഇടാം. അപ്പോഴത്തേക്ക് നമ്മൾ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ചൂടോടെ നമ്മൾ അരിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നേരത്തെ റെഡിയാക്കി വെച്ച എണ്ണ, വെളുത്തുള്ളി നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ, അതിനകത്തേക്ക് ഇട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്തു. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ചുകൂടെ അവിടെ ഒന്ന് ശരിക്കും ഒന്ന് വേവട്ടെ എന്ന് ഓർത്തു. പിന്നെ വെന്തോ നോക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഒന്ന് പൊത്തി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പതുക്കെ നമുക്ക് കിടക്കാൻ ഓർത്തു. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിനകത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് വറുത്തെടുത്തു. ഈ പാത്രം നമ്മൾ ഇതിനു വേണ്ടി മാത്രം വാങ്ങിച്ചോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം കാണും മോശമാണല്ലോ എന്ന് ഓർത്ത് വെറുതെ വാങ്ങിച്ചതാണത്. പിന്നെ ഈ പറഞ്ഞ മുന്തിരിങ്ങ അത് നമ്മൾ ഒത്തിരി ചൂട് വേണ്ടപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് വെച്ചു. പിന്നീട് നമ്മൾ നേരത്തെ കാണിച്ച് വേവിച്ച് ചോറെടുത്ത് ആ പച്ചക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച് ആ വേവിച്ചെടുത്ത് ആ ഒരു ഇതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കി. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇതിന് ശേഷം അതിന് മുകളിലേക്ക് നേരത്തെ നമ്മൾ ആ വറുത്ത നെയ്യ് തന്നെ ഒന്ന് ഒഴിച്ചാൽ മതി. ഇതങ്ങ് ഒഴിക്കണ മൊമെൻറ്റിലേക്ക് ശരിക്കും അതിൻ്റെ മണവും ആ കളറും എല്ലാം ഒന്ന് മാറി നമ്മൾ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കളറിലേക്കും മണത്തിലേക്കൊക്കെ എത്തും. രാവിലെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താണ്. നിങ്ങൾക്ക് ഇത് തന്നെ ട്രൈ ചെയ്യാം. ലഞ്ചിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ലാത്തൊരു സമയത്ത് ട്രൈ ചെയ്യാവുന്നതാണ്. ഏതായാലും ഒരു മുട്ടയും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ മുട്ടക്കറിയുടെ വീഡിയോ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ ബൈ.